ഗൈസ് അവിടെ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് ഫ്രീ ആയിട്ട് തന്നെ 20 റുപ്പീസ് പേറ്റിംഗ് വെച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎം വാലറ്റിലൂടെ UPI കിട്ടുന്ന ഒരു ലൂട്ടാണൊക്കെ. അപ്പോൾ ഈ ലൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഓവർ ആവും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ലിമിറ്റഡ് ടൈം ലൂട്ടിന് വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ നോട്ട് സെലക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം ഇതുപോലത്തെ പെട്ടെന്ന് ഓക്കെ 20 റുപ്പീസ് അതുപോലെ 10 റുപ്പീസ് 50 റുപ്പീസ് അങ്ങനത്തെ ലൂട്ടൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ലിമിറ്റഡ് ടൈം ലൂട്ട് വരുമ്പോഴത്തേക്കും അപ്പം തന്നെ കാണാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ ഓവറായി പോകുന്ന സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ടോ. ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് 3 മിനിറ്റത്തെ വർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, ശ്രദ്ധിച്ച് മാത്രം കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു വാട്സപ്പിൻ്റെ ഒരു എന്താ നമ്പർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കും. ഓക്കെ, വാട്സപ്പിൽ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫേസിലോട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ ഫേസ് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഹലോ എന്ന് മെസ്സേജ് അയക്കും. ഓക്കെ, ഹലോ എന്ന് മെസ്സേജ് അയക്കുക. ഹലോ എന്ന് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഓൾറെഡി മെസ്സേജ് അടിച്ച സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ തന്നെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഹലോ അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്പം തന്നെ ഇവിടെ കാണാൻ സാധിക്കും വെൽക്കം അബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് അടിയിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ എസ് കൊടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ യെസ് കൊടുക്കും. ഓക്കെ, യെസ് കൊടുത്ത ശേഷം നിങ്ങളോട് പിൻകോഡ് എൻ്റർ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ പിൻകോഡിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്താ എൻ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 5000 എൻ്റർ ചെയ്യുക. ഓക്കെ, 5000 എൻ്റർ ചെയ്യുക. അതിനുശേഷമുള്ള ഏതെങ്കിലും 2 നമ്പർ നിങ്ങൾ റാൻഡമായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ഞാനിപ്പോൾ 5000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 500054 എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 മസ്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷമുള്ള ഏതെങ്കിലും 2 നമ്പർ ഞാൻ ഇവിടെ 54 എന്ന് കൊടുത്തേക്കുന്ന സ്ഥാനത്തുള്ള ഏതെങ്കിലും 54 മാറ്റി നിങ്ങൾ 74 14 എങ്ങനെയെങ്കിലും കൊടുത്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പിൻകോഡ് ഇറന്നു പോലെ കാണിക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഫസ്റ്റത്തെ ഇതിൽ തന്നെ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പിൻകോഡ് അടിച്ചപ്പോഴത്തേക്കും നിങ്ങളോട് കൂപ്പൺ കോഡ് അടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ കൂപ്പൺ കോഡ് എന്താണെന്നും പറഞ്ഞുതരാം. കൂപ്പൺ കോഡും നമുക്ക് റാൻഡമായിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കൂപ്പൺ കോഡ് അടിക്കാൻ പറയുമ്പോഴത്തേക്കും ഇവിടെ ഞാനിപ്പോൾ 65YY3GD എന്ന് അടിച്ചേക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ കൂപ്പൺ കോഡ് അടിക്കരുത്. ഓക്കെ, കിട്ടില്ല, ഡ്യൂപ്ലിക്കേറ്റഡ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ 65 തന്നെ കൊടുക്കുക. ഓക്കെ, 65 കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ YY എന്ന് കൊടുത്തേക്കണം കാണാൻ സാധിക്കും. YY. ഓക്കെ, സ്മോൾ ലെറ്ററിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു YY എന്ന് കൊടുത്ത സ്ഥാനത്ത് നിങ്ങൾ ഏതെങ്കിലും റാൻഡമായിട്ടുള്ള അക്ഷരം വേറെ 2 അക്ഷരം കൊടുക്കുക. അതായത് NYയോ GNO NPയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 അക്ഷരം കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ 3 കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 തന്നെ മസ്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് GD എന്ന് കാണാൻ സാധിക്കും. ആ GDൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും 2 അക്കങ്ങൾ കൊടുക്കുക. ഓക്കെ, 2 അക്ഷരങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6ഉം 5ഉം 3ഉം മസ്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിനെടുക്ക് കൊടുത്തേക്കുന്ന ഒരു അക്ഷരങ്ങളൊക്കെ നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ അടിച്ചപ്പോഴത്തേക്ക് കൂടെ കാണാൻ സാധിക്കും ഡ്യൂപ്ലിക്കേറ്റ് കോഡാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എൻ്റർ കൂപ്പൺ കോഡ് ക്ലിക്ക് ചെയ്ത ശേഷം പിന്നെ എൻ്റർ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സക്സസ് ആയിട്ടുണ്ടാകും. ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു. ഓക്കെ, 2-3 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു കോഡ് ഇപ്പോൾ 65 MG എന്ന് വെച്ച് കൊടുത്ത കോഡ് സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ കോഡ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. 3 ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ 3 ക്വസ്റ്റ്യനും നമ്മൾ പറയുന്ന ആൻസർ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 75 എന്ന് കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ 75 അത് കൊടുക്കാം. അതുകൊണ്ട് ശേഷം അവിടെ കളർ ചോദിക്കും. കളറിൻ്റെ സ്ഥാനത്ത് ബ്ലൂ കൊടുക്കുക. ഓക്കെ, ബ്ലൂ കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ അതിന് മുമ്പായിട്ട് ഇവിടെ ടുബാക്കോ യൂസറിൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, അത് നിങ്ങൾ ട്രൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ ഏജിൻ്റെ അവിടെ സെലിബ്രേറ്റിംഗ് ഇയേഴ്സിൻ്റെ അവിടെ 75 കൊടുക്കുക. അതിനുശേഷം ഇവിടെ ട്രൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബ്ലൂ കൊടുക്കുക. ഓക്കെ, ട്രൂവിൻ്റെ അവിടെ ട്രൂ കൊടുക്കുക, ബ്ലൂവിൻ്റെ അവിടെ ബ്ലൂ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 3 ക്വസ്റ്റിനും സക്സസ് കറക്റ്റ് ആയിട്ടാണെന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ 20 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ നിങ്ങൾ ജസ്റ്റ് അടിയിലായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ UPI ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. നിങ്ങൾ UPI കളിക്കാം. ഓക്കെ, ബാങ്കിലായിട്ടാണെങ്കിൽ ബാങ്ക് ക്ലിക്കുക. ഓക്കെ, അപ്പോൾ UPI ക്ലിക്ക് ചെയ്ത് പേടിഎം വാലറ്റിലായിട്ടാണ് വേണ്ടവരാണെങ്കിൽ നിങ്ങളുടെ പേടിഎം നമ്പർ .wallet@paytm അതായത് നിങ്ങളുടെ പേടിഎം നമ്പർ കൊടുക്കുക. അതിനുശേഷം ഒരു ഡോട്ട് ഇടുക. അതിനുശേഷം wallet@paytm സ്മോൾ ലെറ്റർ അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേടിഎം വാലറ്റ് കിട്ടും. അല്ലെങ്കിൽ UPI ഉള്ളവർ UPI ആയിട്ട് തന്നെ അടിക്കാമെന്നാണ്. ഞാനിപ്പോൾ എൻ്റെ UPI ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, UPI കൊടുത്തു. അതിനുശേഷം ജസ്റ്റ്
കൺഫേം വിളിക്കുക. ഓക്കെ, പേരും കൊടുത്ത് കൺഫേം വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ കാണാൻ സാധിക്കും പ്ലീസ് അലോ മീ എ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിച്ച ശേഷം ഇപ്പോൾ 3:33 ആയപ്പോൾ തന്നെ ഇവിടെ സബ്മിറ്റ് 20 രൂപ കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറിയില്ല, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും 3:33 ഓക്കെ, ടൈം നോക്കിയാൽ 3:33 ഇവിടെ കാണാൻ സാധിക്കും 3:35 ആയപ്പോൾ തന്നെ നമുക്ക് പൊക്കത്ത് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, RPX വഴി നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ജസ്റ്റ് ലൈവായിട്ട് തന്നെ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും നമുക്ക് 20 രൂപ കിട്ടിയതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് 3:35 തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റാണ്, 2 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എപ്പോൾ വേണമെങ്കിലും ഓവറാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാഷ് കിട്ടിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സോ ഇതുപോലത്തെ ഒരു യൂട്യൂബിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ഓൺ സെറ്റ് ചെയ്തൊക്കെ സൊല്ലായിരിക്കും. ബൈ.